ലോക വിപ്ലവ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേൾഡ് ക്ലാസിക് ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. കലാസൃഷ്ടിയിലെ പ്രമേയം, അന്തസത്ത, ആശയം എന്നിവ കലാകാരന്റെ ആശയങ്ങളും വികാരങ്ങളും പ്രാണനുമായി ജൈവപരവും പൂർണ്ണവുമായ താരതമ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ കലാസൃഷ്ടിക്ക് ജീവൻ കൈവരിക്കുവാനും യഥാർത്ഥമായ വികാര തീവ്രതയുടെ ശിഖരങ്ങളിൽ വൈകുന്നേരം വരെ ജെട്ടി കാത്തുകെട്ടി കിടന്നിട്ടോ കരക്കത്തണ്ടേ. വടക്കങ്ങാണ്ട് പോലീസുകാര് കള്ളു പിടിച്ച് വണ്ടി ഓടിച്ച ഡ്രൈവറെ തല്ലിയെന്ന്. ചില കള്ളു കുടിച്ചെന്ന് വെച്ച് പോലീസുകാര് ഡ്രൈവറെ കയറി അങ്ങനെ അങ്ങ് തല്ല. അയ്യടാ, അതാ ഇപ്പൊ കുഴപ്പമായ. നല്ല രസ്യ മീൻകറി. വാഴക്കറിയാ? തിരിഞ്ഞെടുത്ത് വാളത്തലെ അളിയനും കൊടുക്കില്ലെന്നാ. കായ്പേട്ടോ, കാറ്റ് പടിഞ്ഞാറൊക്കെ വീശുന്നുണ്ട്, വേണേ വന്നൊന്ന് അടിച്ചോ. ഞാൻ നേരത്തെ വന്ന് മോന്തിയായിരുന്നു. ആ നീങ്ക താനെയാ നമ്മ ശിഷ്യ. ഇപ്പഴല്ല എന്റെ ഡിങ്കോൽഫിക്കേഷൻ ഒത്തേ. നമ്മുടെ പെരുന്നാളിന്റെ ഷുലിന്റെ കുഴപ്പമാവൂ. അതിനെ വാങ്ങിച്ചേട്ടാ, പുതിയ മിശിക ചരിത്രം ഒന്നും കിട്ടിയില്ലയോ? ഓ, ആ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നേ ഇപ്പൊ പൂത്തുമ്പിക്കും കിന്നാരത്തുമ്പിക്കും പാറ്റയ്ക്കും പറവക്കും ഒക്കെ ഡിമാൻഡ്. ജനത്തിന് ഇപ്പൊ അതൊക്കെ മതിയെന്നാ. ലവേ നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ എങ്ങനെ വീശുവോ? പുള്ളി ധ്യാനം കൂടുന്ന പാർട്ടിയാ. അപ്പൊ പിന്നെ അത് നടക്കുക. ഇല്ലെങ്കിൽ ഒരു പുള്ളി അടിച്ചു കൊടുത്ത കാര്യം സാധിക്കാൻ പറ്റും. ഇത്തവണ എന്തായാലും ഫിലിം ഷോ വേണ്ടതാ യുവജന സഖ്യത്തിലെ പിള്ളേർ പറയുന്നതേ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. 5-8 കൊല്ലമായിട്ട് മുടങ്ങാതെ നടക്കുന്ന എന്റെ ഫിലിം ഷോ ഇല്ലാതെ പെരുന്നാൾ നടക്കുന്ന എനിക്കൊന്ന് കാണുമല്ലോ. ഞാൻ എന്റെ പെമ്പളെ മോളെയും കൂട്ടി വന്ന് പുണ്യാളത്തിന്റെ നടയിലെ സത്യാഗ്രഹം ഇരിക്കും. നീ നോക്കിക്കോ. എന്റെ മാഞ്ചേട്ടൻ ഒന്ന് അടങ്ങ്, ഞാൻ വെറുതെ മൂപ്പിക്കാൻ പറഞ്ഞല്ലോ. നിനക്കറിയത്തില്ലടാ എന്റെ തരണം. അയ്യേ ചേ, മാഞ്ചേട്ടൻ ചുമ്മാ കള്ളു കുടിച്ച രസം കളയാതെ. ആ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനൊന്ന് എടുത്ത് അലക്കിയേ. നീതാൻ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനോ ഉന്മീത് കുറ്റം സാധിക്കറേ. கிஸ்தி திரை வரி வட்டி வானம் பொழிகிறது, பூமி விளைகிறது, உனக்கு ஏன் கொடுப்பது கிஸ்தி? எங்களோட வயலுக்கு வந்தாயா, ஏத்த மரத்தாயா, நீர்ப்பாய்ச்சி நெடுவயல் நிறைய கண்டாயா, நாட்டு நட்டாயா, களமறைத்தாயா, களரி வாழ்வுள்ளவருக்கு கஞ்சி களஞ்சியம் சுமந்தாயா, அங்கே கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைச்சு படிப்பித்தாயா, அல்லது நீ மாமனா மச்சனா? மானம் கெட்டவனே, எதுக்கு கேட்கிறாய் திரை, யார் கேட்கிறாய் வரி? ശിവാജി ഗണേശൻ ഇപ്പൊ വെള്ളത്തിലേക്ക് മലന്നേനെ. മണം പിടിച്ച് പിടിച്ച് പൂച്ച വള്ളത്തിലും വന്നോ? കൊച്ചു കഴിവറി നീ ഇവിടെ പണ്ടിവരൊരു കടിയാറൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുമേ. ഒന്ന് പതുക്കെ ചവിട്ടണ്ടേ അലിയാമേ, അതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞ് വീഴും. ഭാരത്തെ തന്നെ ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് കേൾക്കും. ഗുഡ് മോർണിംഗ്. നേരത്തെ മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തിനാ? പുഴുങ്ങി തിന്നാനാ? ഇതെന്തോന്നാ ഈ കിടക്കുന്നേ? ചവിട്ടി പൊട്ടിക്കല്ലേ, ഒന്നെടുത്ത് മാറ്റിയിട്ട് നോക്ക്. അയ്യടാ, കാശ് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ആളെ കൊണ്ടെന്നല്ലേ? എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ചക്കാത്തിന് പണിയെടുക്കാനേ നിങ്ങൾ വേറെ ആളെ നോക്കണം. അതിന് പെരുന്നാൾ ഇനിയും ദിവസം കിടക്കല്ലേ? ആഹാ, പെരുന്നാളിന് തരാൻ ഞാൻ എന്നാ ബോണസ് ഒന്നും അല്ലല്ലോ ചോദിച്ചേ.
2 മാസത്തെ ശമ്പളവും 23 കട്ടൻ കാപ്പിയും ചേർത്ത് 334 രൂപ 50 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ ഏലിയമ്മ ഒന്ന് അടങ്ങ്. ഞാനോ ചെക്കനെ പണിക്ക് കൊണ്ടുവന്നതല്ല, കാശ് ഞാൻ തരാമേ. നിങ്ങൾക്ക് എല്ലാരും ഉള്ളതാ കാശി ഒതുക്കി കൊണ്ടാനടക്കാൻ ഒരു തുമ്മിക്കളി. നിങ്ങൾ തരണ്ട, ഞാനത് പുണ്യാളത്തിന് നേർച്ച ഇട്ടൊന്ന് കൂട്ടിക്കോളാം. എന്തായി ഓപ്പറേറ്ററെ, വല്ലതും ഒത്തോ? ഒന്നും ഒത്തില്ല എന്റെ അച്ചോ. ഈ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഒന്നും പുതിയ പടങ്ങളൊന്നുമില്ല, ഒക്കെ ഓരോരോ പുതിയ ഏർപ്പാടുമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ പിന്നെ യുവജന സഖ്യക്കാര് പറഞ്ഞതുപോലെ മിമിക്രി തന്നെ ആയിക്കോട്ടെ. അതെന്നാ പണിയാ അച്ചോ? ഷാഫ്റ്റ് പോയതാ, പണി കഴിച്ചിറക്കിയിട്ട് 2 ആഴ്ച ആയില്ലടോ. എന്റെ കർത്താവേ, വേണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. അവനവന്റെ പണി അവനവൻ തന്നെ ചെയ്താലേ ശരിയാവൂ. എന്നതാടി ലൈസാമേ, കൊറേ നേരം ആയല്ലോ ചീവീട് കീറുന്നത് പോലെ കിടന്ന് കീറുന്നു. കാലത്ത് മുതൽ കരയാൻ തുടങ്ങിയതാച്ചോ, ഒന്നും ഒട്ട് കഴിച്ചിട്ടുമില്ല. ഓ വാ, 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 ഓ. നീ അങ്ങോട്ട് മാറി നിന്ന് കൊച്ചിന് ഇച്ചിരി മുല കൊടുത്തേ. ഓരോരോ പുതിയ ഫാഷനുകള്. അച്ചോ, നമ്മുടെ കാര്യം എന്താ അച്ചോ? ഞാൻ എന്തോ പറയാനാ, അവര് കമ്മിറ്റിക്കാരെല്ലാരും കൂടെ തീരുമാനിച്ചു, ഞാൻ അതങ്ങ് പാസ്സാക്കി. മിമിക്രി മാത്രം പോരച്ചോ, അതങ്ങ് തീരെ ചെറുതായി പോകും. അതിന്റെ കൂടെ എന്തേലും ഒന്നുകൂടെ വേണം. അങ്ങനെ എല്ലായിടത്തും പിള്ളേരും അങ്ങനെ തന്നെയാ പറഞ്ഞേ. എന്നെ പറ്റി പനി അങ്ങോട്ട് വിട്ടുമാറുന്നില്ല, ഇച്ചിരി കുറുകുറുപ്പുണ്ട്. എന്നെ ഒരുത്തനുണ്ടല്ലോ, ഒരു പാട്ടുകാരൻ, നമ്മുടെ സിനിമാ നടൻ ദിലീപിന്റെ ഫ്രണ്ട്. നാദൃശാണോ അച്ചോ? ആ, നാദിർഷ. അവന്റെ ഒരു ഗാനമേളയും പിന്നെ നമ്മുടെ ഫിലിം ഷോയുടെ ആകുമ്പോ പെരുന്നാള് കലക്കും. 5-8 വർഷമായി പതിവായിട്ട് കാണിക്കുന്നില്ല അച്ചോ. ആ, അതുകൊണ്ട് തന്നെയാടോ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചത്. ഇങ്ങോട്ട് വന്നേ. നാദൃഷയുടെ ഗാനമേള ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമാ നടൻ ദിലീപ് ഫ്രീ ആയിട്ട് മിമിക്രി കാണിക്കുന്ന പിള്ളേര് പറയണേ. നേരാന്നോ? ആ, എന്നാ പിന്നെ ഇത്തവണ അങ്ങനെ അങ്ങ് ആട്ടച്ചോ. മോളെ കടിച്ചു പൊട്ടിക്കില്ലേ? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? അച്ചോ, അച്ഛൻ എന്തി അറിയാവോ? അറിയാവോ? വേണേൽ എഴുതാം, പറയാൻ തോടാ തോടാ കുറച്ച് സമയെടുക്കും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വരാം. വാ ഒന്ന് തുറന്നേ. ഓപ്പറേറ്ററെ, എന്നാ ചേട്ടാ മേളിലെന്തോ ഒരു തട്ടും മുട്ടും ഒക്കെ? എന്നാ പറ്റി? ഓ, ഒക്കെ എന്റെ തലമണ്ടക്കല്ലേ വന്ന് വീഴുന്നു. ആ, ഒരു ഇന്ത്യക്കാരൻ ചെറുക്കൻ വന്ന് കൂടിയിട്ടുണ്ട്. ആഹാ, ഒത്തല്ലോ, ഹെൽപ്പറാ. ഇതെന്നാ പൊതി? പാഴ്സലാ? ഇച്ചിരി ദോശയാ. ചെറുക്കന് ഭയങ്കര വിശപ്പാ, എപ്പോഴും ബുക്ക് ബുക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ പണിയായി. എന്റെ ദൈവമേ, കൊച്ചുകൾ വരി പോക്കരുത് കാണിക്കുന്നു. ഉണപ്പെടുത്താമെന്ന് വെച്ചപ്പോ കേറി മേയും പൊക്കോണ എന്റെ മുമ്പിൽ. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എന്റെ ഓപ്പറേറ്ററെ, കൊച്ചു കുട്ടിയല്ലയോ, കയ്യാകാലം ഓടിഞ്ഞാ ഇങ്ങക്ക് പണിയാമേ. എന്നതാടാ കൊച്ചനെ? എന്നതാടാ, എന്നതാ പ്രശ്നം? ഉന്താ അവള് ചോദിച്ചോ. ഇനി മേലായി ഏരിയ കണ്ടുപോരും. ചേട്ടാ, ഇവനിങ്ങനെ കിടന്ന് ചാടിയാല് ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് എന്റെ തലയിലോട്ടല്ലയോ വീഴുന്നത്? ഇവൻ പടം മുഴുവൻ കണ്ണെന്നാണോ? മാപ്പിള പറഞ്ഞ പോലെ തന്നെ പറ്റി. ഒടിഞ്ഞ നാക്ക.
നേരമായിരിക്കണോ കേട്ടോ. ഒരു അടി മുന്നോട്ട് വെച്ചാലുണ്ടല്ലോ മുട്ടിയാൻ തല്ലി പിടിക്കും. मुझे अगली चीज गन्ने लाए हुए आए वो चीज अंदर आए. ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ ഒട്ടാൻ വന്നിരിക്കേ. मुझे अगली चीज अंदर आए. വേണ്ട വേണ്ട വെള്ളത്തിലും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോ नहीं सब शक्तिमान शक्तिमान ഒരു തങ്കട്ടോ ഇപ്പോഴത്തെ പിള്ളേർ കാണത്തില്ലടാ, ഓടി ഒന്നും കേറിക്കോളും. അല്ല ഈ പറഞ്ഞൊക്കെ തനിക്ക് പറ്റിയോ? അതെങ്ങനെയാ വാണം വിട്ട പോലെ അല്ലയോ വണ്ടി ഓടിച്ചു? ഞാൻ ബ്രേക്ക് ഔട്ടില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഏതായാലും ഒന്നും പറ്റിയില്ല. എന്നെ എല്ലാരും കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നേ. ഒന്നങ്ങോട്ട് എടുത്ത് മാറ്റി കിടത്തായിരുന്നല്ലോ. ആ കൊച്ചൻ എന്തെങ്കിലും പറ്റിയോന്നോ? അച്ഛനൊന്നും പറ്റിയില്ല. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. ഓ ആടോ നോക്കുന്നതൊക്കെ ഓടിക്കുന്നു. എന്താ പറ്റി? എന്നാലും ഒരു ഇരുമിങ്ങ ഒരു സോഡ ഇങ്ങെടുത്തു. ഇത് കൈ പിടിച്ചിട്ട് ചുഴലി. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണിയായി. ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം, അല്ലേ ഓപ്പറേറ്റർ തൂങ്ങിയനെ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇനി ആ ചട്ടുകാലിയുടെ പവർ കണ്ടുണ്ടല്ലോ, 100 എടുത്ത ഒരു പാർട്ടൈം പണി. ഞാനും അവളുടെ പണി അങ്ങ് നിർത്തി. രണ്ട് ദോശയും കൂടെ പോഞ്ഞോ. ദോശയൊക്കെ എപ്പോഴേ തീർന്നു. ചൂട് പൊറോട്ട എടുക്കാം. ഓ ചിക്കൻ വല്ലതൊക്കെ ചെയ്യോ? ഓ അതിനൊക്കെ ഒന്നും ഇല്ലെന്നേ. ഏതോ നല്ല വീട്ടിലാന്നാ തോന്നുന്നേ. ഹിന്ദിക്കാരനല്ലയോ? എവിടുത്തുകാരനായാലെന്നാ, തൂപ്പും തുടയൊക്കെ എല്ലായിടത്തും ഒരുപോലെ. അല്ല താനിവിടെ കഥയും പറഞ്ഞിരിക്കുക. ആ ചെറുക്കൻ അവിടെ കിടന്ന് പൂക്കുന്നു പുറകുറുക്കുന്നു. തിന്നാൻ വല്ലതും കൊണ്ട് കൊടുത്തേച്ചേ ആ ഡോക്ടറത്തിനെ കൊണ്ട് കാണീര്. ആ ശരിയാ, അച്ഛനാവുമ്പോ ഹിന്ദി അറിയാം. വാ ഒന്ന് പൊളിച്ചേ, വാ ഒന്ന് പൊളിച്ചേ. ദേ ഇങ്ങനെ ഇങ്ങനെ. ഹിന്ദി ചോദിക്കച്ചോ. കൊറേ കാലായില്ലേ ഒക്കെ ഒന്ന് പ്രയോഗിച്ചിട്ട്. തുമാര നാക്ക് ബാഹർ ബാഹർ. मुझे की समझ नहीं पे. ആ ബഹുത്ത് മീട്ട ഏ. ഇപ്പോഴല്ലേ എനിക്ക് എന്റെ മർമ്മം പിടികിട്ടിയത്. തുമാര നാക്ക് ബാഹർ. വലിയ ബുദ്ധിമുട്ടായല്ലോ ചോ. तुम्हारा नाम क्या है? सचिन, किशोर, आनंद, राजू, पवन. പവൻ. ഗുഡ് നെയിം. എന്തുവാ? പവൻ എന്ന് പറഞ്ഞ കാറ്റ്. കാറ്റ്. ആ അവന്റെ വീട് എവിടാന്ന് ചോദിച്ചു. तुम्हारा घर कहाँ है? घर घर. एक तालाब बाजू में आई. ഇത് സാധാരണ ഹിന്ദി അല്ല, നമ്മുടെ വടക്കോട്ടുള്ള മലയാളല്ലേ അതുപോലെയാ, അല്പം കട്ടിയാ.
വെള്ളത്തിൽ നോക്കി വലിയ വർത്തമാനം. आने बा क्यारे भी नचो लाली के की न तो चे वो क्यारे भी रोया गए माँ उनके लोरी सुनाए तरे आने बा नचो. ഓ ഓ ഓ ഓ